രണ്ട് പേര് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ആ വിവാഹത്തെ ഭർത്താവിൻ്റെ പിതാവ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ മൂപ്പരുടെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധം എന്നുള്ള നിലക്കാവണം ആ കല്യാണത്തെ അദ്ദേഹം ബഹിഷ്കരിക്കുന്നത്. എന്ന് മാത്രമല്ല, കല്യാണശേഷം അവരെ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും കയറ്റാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ ആ കല്യാണത്തിൻ്റെ ശേഷം തൻ്റെ മകനോടോ മകൻ്റെ ഭാര്യയോടോ അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലെന്നർത്ഥം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു സമരമാണ് ഡോക്ടർ ആയിഷ എന്ന് പേരുള്ള ഒരു യുവതിയുടെ സമരം. ഒരു മകളും ഒന്നിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് സമരം. ഒരുപാട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരുന്നു. നമ്മളും ആ വിഷയം സംസാരിച്ചിരുന്നു. സത്യത്തിൽ ആ നാട്ടുകാർക്കോ മഹല്ലുകാർക്കോ ഒരു തരി സപ്പോർട്ട് പോലും അവർക്ക് കിട്ടുന്നില്ല. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു യുവതി ഒരു കുഞ്ഞുമായി വന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ കയറാൻ വേണ്ടി സമരം നടത്തുക? അതും ഭർത്താവ് ഭാര്യ അറിയാതെ വേറെ വിവാഹം കഴിച്ചു കൂടുക. എന്നിട്ട് ഒരു തരിമ്പ് പോലും ആ മഹല്ലുകാരോ നാട്ടുകാരൻ ആരെങ്കിലും അവർക്കൊരു സപ്പോർട്ടായിട്ട് വരണ്ടേ? ഇങ്ങനെ ഈ സപ്പോർട്ടില്ലായ്മ ഈ സ്ത്രീക്കെതിരെ ഇത്രയും ആളുകൾ അണിനിരക്കാൻ കാരണം, അല്ലെങ്കിൽ അവരെ പിന്തുണക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴാണ് അവരെന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് മനസ്സിലാവുന്നത്. അവരുടേത് പ്രണയവിവാഹമായിരുന്നു. പ്രണയവിവാഹത്തെ തുടർന്നിട്ട് ഇവൻ്റെ ഈ ഒരു ചെറുക്കൻ്റെ അലി എന്ന് പേരുള്ള അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവരെ പുറത്താക്കി, മകനെ പുറത്താക്കി. മരുമകൾ ആ വീട്ടിലേക്ക് ഇത്രയും നാളായിട്ട് കയറ്റിയിട്ടേ ഇല്ല. കാരണം ഇങ്ങനെ ഒരു മകൻ തന്നെ ഞങ്ങൾക്കില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. പിന്നീട് ആ മരുമകനെ ഈ ആയിഷയുടെ വീട്ടുകാരാണ് അയാളെ മരുമകനായിട്ട് സ്വീകരിച്ചു. പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, കല്യാണം കഴിപ്പിച്ചു. അവരാണ് കൊണ്ടു നടന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവർ ഡിവോഴ്സായി വന്നപ്പോൾ ഈ ഒരു തരത്തിലും ബന്ധമില്ലാത്ത വീട്ടിലേക്ക് വന്നിട്ട് ഈ വീട് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ഈ വീട്ടിൽ കയറി താമസിക്കാൻ പോവാണ്, ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കിയെന്ന് പോലെ സമരം ചെയ്താൽ നാട്ടുകാർ സമ്മതിക്കുമോ? എന്തായാലും അലിയുടെ കുടുംബക്കാർ പറയുന്ന ഈ വാക്കുകൾ കേട്ടാലാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുക. പ്രിയപ്പെട്ടവരെ, പലരും വാട്സപ്പിലും മറ്റൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ചില ന്യൂസും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ ശ്രദ്ധപ്പെട്ടിരുന്നെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായുണ്ട്. അതിൽ നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ പബ്ലിക്കിൽ പറയേണ്ടതില്ലല്ലോ എന്നും അതിന് കക്ഷി ചേരേണ്ട ആവശ്യമില്ലെന്നും കരുതിയിട്ടാണ് മാറി നിന്നിരുന്നത്. പക്ഷേ ഇന്ന് ഈ രണ്ടാളുകൾ തമ്മിലുള്ള ഇഷ്യൂ എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇതൊരു കുടുംബത്തെ മൊത്തത്തിൽ താറടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിശദീകരണം നൽകാൻ നിർബന്ധിതനായത്. ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ട് പേര് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ആ വിവാഹത്തെ ഭർത്താവിൻ്റെ പിതാവ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ മൂപ്പരുടെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധം എന്നുള്ള നിലക്കാവണം ആ കല്യാണത്തെ അദ്ദേഹം ബഹിഷ്കരിക്കുന്നത്. എന്ന് മാത്രമല്ല, കല്യാണശേഷം അവരെ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും കയറ്റാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ ആ കല്യാണത്തിൻ്റെ ശേഷം തൻ്റെ മകനോടോ മകൻ്റെ ഭാര്യയോടോ അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലെന്നർത്ഥം. ഇവരാകട്ടെ ഉപ്പാൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് അവരുടേതായ ലോകത്ത് ഒരുമിച്ച് അങ്ങനെ ഒരുപാട് കാലം ജീവിക്കണം. വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷം സ്വാഭാവികമായും ഇന്ന് നമ്മൾ പലയിടത്തും കാണുന്ന പോലെ ഇവരുടെ ദാമ്പത്യ ബന്ധത്തിലും ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ അവർ ലീഗലി ഡിവോഴ്സ് ചെയ്തില്ലെങ്കിലും കുറേ കാലം പിരിഞ്ഞാണ് ജീവിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 6 വർഷത്തോളം അവർ സെപ്പറേറ്റഡാണ് ജീവിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റൊക്കെ ആയിട്ട് ഈ വിഷയം ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ ഒരു വഴിക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയാത്തതുകൊണ്ടോ മറ്റോ ഏതായാലും അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം, അദ്ദേഹത്തിൻ്റെ താല്പര്യമാണല്ലോ, തൻ്റെ മതത്തിലും രാജ്യത്തിൻ്റെ നിയമത്തിനും അനുസൃതമായ രീതിയിൽ മറ്റൊരു വിവാഹം ചെയ്യണം. ഇനി ആർക്കെങ്കിലും ഈ വിവാഹം മതത്തിൻ്റെ പരിധിയിലും രാജ്യത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് പ്രായപൂർത്തിയായ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ആ വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമാകേണ്ടേ? ഞാൻ സാന്ദർഭികമായിട്ട് ചോദിച്ചു എന്ന് മാത്രം. ഏതായാലും ഈ വിവാഹം കഴിഞ്ഞ് അധികമായില്ല. ആദ്യ ഭാര്യ ഒരു പക്ഷേ ഈ വിവാഹം ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല, അല്ലെങ്കിൽ അതിൻ്റെ സമ്മർദ്ദം കൊണ്ടോ മറ്റോ കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് ഭർത്താവിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ വന്ന് അവരുടെ ഭാഷ തന്നെ പറഞ്ഞാൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങുകയാണ്. ഏത് വീട്ടിലാണെന്ന് ഓർക്കണേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ താമസിച്ചിട്ടില്ലാത്ത ഭർത്താവിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ വന്നിട്ട് ആണ് ഈ സമരം നടത്തുന്നത്. ഇത് ഒരു ദിവസമല്ല, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊറ്റക്കൊല്ല വരുന്നത്, കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സഹിക്കാൻ വയ്യാണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നുമില്ല, അവിടെ സ്ഥിരതാമസമുള്ളത് ഈ ഭർത്താവിൻ്റെ ഉമ്മ മാത്രമാണ്.
പിന്നെ വളരെ അപൂർവമായിട്ടാണ് അവിടെ ഉപ്പയും സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുള്ളൂ. ഏതായാലും അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രതിഷേധിക്കുന്ന സ്ത്രീയായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട്, ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യത അവരുടേതല്ലാത്തതുകൊണ്ടും അവരുടെ ശാരീരിക ക്ഷമത ഈ പ്രായാധിക്യം ഉള്ളത് കൊണ്ടൊക്കെ അവരോട് തർക്കിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് അവരെ വീട് വിട്ട് അവരവരുടെ പണിക്ക് പോയി. അതിനുശേഷം ഗേറ്റിന് പുറത്തായി പ്രതിഷേധം, ഫ്ലക്സൊക്കെ വെച്ച് 4 ആളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നൊരു വീഡിയോയും മറ്റും കണ്ടിട്ടാണ് പല നന്മമരങ്ങളും ഇതിൻ്റെ പിന്നിൽ കൂടാൻ തുടങ്ങുന്നത്. എന്താണ് വസ്തുത എന്ന് പോലും അറിയാതെ ഇവർ ഇത്രയും കാലം ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഇന്നലെയാണ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ പൊതുമധ്യത്തിലൊരു കുടുംബത്തെ മൊത്തം താറടിച്ച് ചിത്രീകരിക്കണം. സ്വന്തം മരുമക്കളെയും കുട്ടികളൊക്കെ ആട്ടി പുറത്താക്കിയ മനുഷ്യത്തില്ലാത്ത കുടുംബം എന്നൊക്കെയാണ് വാട്സപ്പ് ടെക്സ്റ്റ് മറ്റൊക്കെ ഇന്നലെ വായിക്കാൻ കഴിഞ്ഞത്. ഇതിനെപ്പറ്റി അറിയാത്ത, ഈ പരിസരത്തില്ലാത്ത ചിലരുടെ പോസ്റ്റുകൾ വീഡിയോ ഒക്കെ കാര്യമായിട്ട് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ കാണുന്നത് നമ്മുടെ നാട്ടിൽ പതിവ് പോലെ കല്യാണശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ സ്ഥിരതാമസമുള്ള ഒരു സ്ത്രീ അവരെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ ആ വീടിൻ്റെ മുമ്പിൽ ഫ്ലക്സൊക്കെ വെച്ച് സമരം ചെയ്യേണ്ടി വരുന്നൊരു ഗതികേടിനെ പറ്റി നമ്മളായാലും അങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ അവസ്ഥ കണ്ട് അങ്ങനെ തന്നെയാണ് സ്വാഭാവികം പ്രതികരിക്കുക. അവർക്ക് ഈ വിഷയം ആ ഒരൊറ്റ ആംഗിളിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവരുടെ ആ ഒരു പരിമിതി, ലിമിറ്റേഷൻ നമുക്ക് മനസ്സിലാക്കാം. അവരോട് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഒരു വശം മാത്രം കേട്ട് തീർപ്പിലെത്താതെ, ഏതൊരു വിഷയത്തിനൊരു മറുവശം ഉണ്ടാവുമല്ലോ, അതിൻ്റെ മറുവശം കൂടെ കേൾക്കാൻ സ്വല്പം സാവകാശം കാണിക്കണമെന്ന് മാത്രം അപേക്ഷിക്കാനുള്ളൂ. ഇതാണ് നമ്മളെ പോയിന്റ്. അല്ലാതെ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം അതിൽ അഭിപ്രായം പറയാൻ നമ്മൾ ആളല്ലല്ലോ. അതുപോലെ ഈ പറയുന്ന ഭർത്താവിനെ ന്യായീകരിക്കേണ്ട ഗതികേട് നമുക്കില്ല. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ആ ലേഡി പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഗോൾഡ് തിരിച്ചു കിട്ടണം, കുട്ടിയുടെ ചെലവിന് കിട്ടണം, മറ്റു കോമ്പൻസേഷന് പോലുള്ള കാര്യങ്ങളിൽ അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ 100% അവരുടെ ഒപ്പം തന്നെ നിൽക്കാൻ ഒരു മടിയില്ലല്ലോ. അത് അതിനൊക്കെ അപ്പുറം ഇത്ര കാലം അവർ സ്നേഹിച്ചിരുന്ന 6 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് വന്ന് എങ്കിൽ പോലും അവർ മുമ്പ് പ്രേമിച്ച് കല്യാണം കഴിച്ചിരുന്ന ആളുകൾ തമ്മിൽ പിന്നീട് അത് വേറൊരു ആളുടെ ഒപ്പം താമസിക്കുന്നത് കണ്ടിട്ടുള്ള സമ്മർദ്ദവും മറ്റൊക്കെ ആണെങ്കിൽ അവരുടെ മാനസികമായി അവരെ തളർന്ന അവസ്ഥയെ പരിപൂർണ്ണത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അവരുടെ വാദങ്ങൾ ശരിയാണെങ്കിൽ അവർക്ക് കുറച്ച് സഹായം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. അത് പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് സ്വീകരിച്ച മാർഗവും അത് ഏറ്റെടുക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയും തീർത്തും നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിശദീകരണം ചെയ്യേണ്ടി വന്നത്. അല്ലാതെ രണ്ടാളുകൾ തമ്മിലൊരു വിഷയത്തിൽ കക്ഷി ചേരേണ്ട ആവശ്യം നമുക്ക് ആർക്കുമില്ലല്ലോ. അതിനിവിടെ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥ ഒക്കെ ഉണ്ടല്ലോ, അത് അതിൻ്റെ വഴിക്കല്ല പോകേണ്ടത്. ആരെങ്കിലും തെറ്റുകാരാണെങ്കിൽ ആ തെറ്റിനെ തിരുത്താനും അതിനനുസൃതമായിട്ട് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും ഈ രാജ്യത്തിൻ്റെ നിയമം മതിയാകുന്നതാണല്ലോ. ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥതയോട് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു പൗരൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കേസിൻ്റെ അന്തിമ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ. ആ അന്തിമ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു നാടകമായിട്ട് 4 ആളുകളുടെ മുമ്പിൽ ഈ കുടുംബത്തെ അവഹേളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമായിട്ടല്ലേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ വിഷയം. ഇവരായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഇവരുടെ കാര്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരിക്കലും പോലും അവർ ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. ഈ വീടിൻ്റെ ഉടമസ്ഥനായ ഭർത്താവിൻ്റെ പിതാവിൻ്റെ സമ്മതത്തോടു കൂടി അവർക്ക് ആ പടി പോലും ചവിട്ടാൻ പറ്റില്ല. അത്രത്തോളം അവരെതിർക്കുന്ന ആ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് തന്നെ സമരം ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഒരിക്കൽ പോലും കയറിയിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതിൻ്റെ വാസ്തവം എന്താണ്? ഇത് നമ്മൾ പണ്ട് പറയലുണ്ടല്ലോ, എഴുതാത്ത പരീക്ഷയിൽ ജയിച്ചില്ല എന്ന് പറയുന്നത് കരയുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയിൽ നമുക്ക് ഈ വിഷയം കാണാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിലെ അജണ്ട അതുമാത്രമാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ ഈ വീട്ടുകാർക്ക് യാതൊരു പങ്കില്ലാത്തത് കൊണ്ട് തന്നെ പ്രായപൂർത്തിയായ ഒരാളിൽ ഉണ്ടായിട്ടുള്ള തെറ്റ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ തെറ്റിന് ആ വ്യക്തിയിൽ മാത്രമാണ് അത് അതിൻ്റെ ഉത്തരവാദിത്തം കിടക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു ബന്ധമില്ലാത്ത ആളുകളുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് സമരം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? അത് മാത്രമാണ് ചോദിക്കുന്നത്. ഏതായാലും റിയല് കാണുന്നതല്ല റിയല് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടേതൊരു അന്യായമായ സമരമാണ്. പിന്നെ ആ കുഞ്ഞിനെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തിരുന്നു, ചെലവിന് കൊടുത്തിരുന്നു. പിന്നെ ഇവർ കോടതിയുടെ പെർമിഷൻ പോലും ലംഘിച്ചുകൊണ്ട് ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോയതും ഇയാൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ഇയാൾ കോടതിയിൽ നടത്തിയ വ്യവഹാരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ നോക്കാത്ത ഒരാളല്ല, കുഞ്ഞിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചിരുന്ന ഒരാളാണ്.
കുഞ്ഞിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ വരെ പോയിട്ട് ആ കുഞ്ഞിൻ്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോടതിയുടെ നീതി തേടി നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഒരു സാധാരണ ജനങ്ങൾക്ക് സ്ത്രീകളുടെ ഭാഗം മാത്രം കേൾക്കും. പുരുഷൻക്ക് എന്താ അവിടെ നീതി വേണ്ടേ? സ്ത്രീകൾക്ക് മാത്രം നീതി മതിയോ? അപ്പോൾ ഡോക്ടർ അലി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ ഇവരെ എന്തെങ്കിലും വാങ്ങിയ സ്വർണ്ണമോ മറ്റോ കാശോ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു രണ്ടാം വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് മാത്രം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയിലേക്കാണ് ഡോക്ടർ ആയിഷ നിന്ന് കൊടുത്തിട്ടുള്ളത്. ഇത് അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളാണ്. അതിനെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്താനുള്ള ചില ആവേശങ്ങൾ, ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളൊക്കെ ഇതാണ് ഇപ്പോൾ അവരുടെ ചർച്ച. അവർ ഇതുകൊണ്ട് എങ്ങനെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിന് വളം വെച്ചു കൊടുക്കുകയാണ് പലപ്പോഴും ഇത്തരക്കാർ ചെയ്യുന്നത്. എന്തായാലും ഇതിൽ ആ മഹല്ലുകാർ ഇവരുടെ ഒപ്പം നിൽക്കാത്തതിൻ്റെ കാരണം ഏകദേശം മനസ്സിലായല്ലോ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ നബിദിനത്തിന് സാധാരണ റാലി നടത്തലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും റാലി ഉണ്ടാവലുണ്ട്. പൊതുവേ ഞാൻ കണ്ടിടത്തോളം റാലികൾ റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് വാഹനങ്ങൾക്ക് ഒരു തരത്തിലും ഗതാഗത തടസ്സം ഉണ്ടാക്കാത്ത രീതിയിലാണ് നബിദിനത്തിന് സാധാരണ മദ്രസകളിലൊക്കെ റാലി. എന്നാൽ പലപ്പോഴും ടൗണൊക്കെ കേന്ദ്രീകരിച്ച് റാലി നടക്കുമ്പോൾ ഈ പൊതുഗതാഗതമാകെ മണിക്കൂറുകളോളം താറുമാറാവലുണ്ട്. ഇങ്ങനെ പൊതുഗതാഗതം താറുമാറാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ട് നബിദിന റാലി നടത്തുന്നത് ശരിയാണോ തെറ്റാണോ? ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. ഞാൻ ഇന്നലെ ചങ്ങരംകുളത്ത് നബിദിന റാലിയുടെ അവിടെ പോയപ്പോൾ മണിക്കൂറുകളോളമാണ് ഗതാഗത തടസ്സം. കിലോമീറ്ററുകൾ നീളുന്ന രീതിയിലാണ് വാഹനങ്ങൾ ഇങ്ങനെ നിന്നിരുന്നത്. ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അവരെ ന്യായീകരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവണില്ല. അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് എന്തിനാണ്? നമ്മൾ കാണുന്ന നബിദിനങ്ങളൊക്കെ ഒരാൾക്കും ഇടങ്ങറാവാത്ത രീതിയിലുള്ള നബിദിന റാലികളാണ് നടക്കൽ. എന്തായാലും ഇങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ റാലി നടത്തുന്ന മതസംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇതൊക്കെ നടക്കലുണ്ട്. അതൊക്കെ അവരുടേതായ ആശയങ്ങളാണ്. പക്ഷെ ഹബീബായ റസൂലുള്ള റഹ്മത്തിൻ്റെ റസൂലാണ്. ആ റസൂലുള്ളാഹിൻ്റെ പേരിൽ സുന്നത്താണെന്ന് പറഞ്ഞ് സന്തോഷമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളത് ഒരു ശരിയായൊരു ഏർപ്പാടാണോ? അതാണ് എൻ്റെ ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.